ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ 5th ചാപ്റ്റർ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തേത്. ലെറ്റസ് അസസ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അവയൊന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഫ്രം ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഫാഗോസൈറ്റോസിസ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഒരു ഫാഗോസൈറ്റോസിസിൻ്റെ സ്റ്റെപ്സ് കുറച്ചെണ്ണം തന്നിട്ടുണ്ട്, ഷഫിൾ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കതിന് കറക്റ്റ് ഓർഡറിലാക്കി വെക്കണം. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. എക്സ്പൾഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, engulfment of pathogens in phagosomes, enzyme destroy the pathogen, phagocyte approaches the pathogen, phagolysosome is formed. ഇതാണ് തന്നിരിക്കുന്നവ. നമുക്കതിനൊന്ന് ഓർഡറിൽ പഠിക്കാം. ആദ്യം വരുന്നത് ഏതായിരിക്കും? ഫാഗോസൈറ്റ് അപ്രോച്ചസ് ദ പാത്തോജൻ. ഫാഗോസൈറ്റ് പാത്തോജൻ്റെ അടുത്ത് എത്തണ്ടേ, എന്നാലല്ലേ ബാക്കിയുള്ള പണി നടക്കുള്ളൂ. അപ്പോൾ ഒന്നാമത്തതെന്ന് പറയുന്നത് ഡി ആണ്. ഫാഗോസൈറ്റ് അപ്രോച്ചസ് ദ പാത്തോജൻ. ദെൻ നെക്സ്റ്റ് എന്താ സംഭവിക്കുക? എൻഗൾഫ്മെൻറ്റ് ഓഫ് പാത്തജൻ ഇൻ ദ ഫാഗോസോം. ഫാഗോസോമിലേക്ക് പാത്തജനെ എൻഗൾഫ് ചെയ്യണം, അതാണ് രണ്ടാമത്തേത്. ബി ആണ് സെക്കൻഡ് വൺ. ദെൻ നെക്സ്റ്റ് വരിക ഫാഗോലൈസോസോം ഇസ് ഫോംഡ്. ഫാഗോസൈറ്റിൻ്റെ ഉള്ളിലേക്ക് പാത്തജൻ എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാഗോലൈസോസോം ഫോം ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എൻസൈംസ് ഡിസ്ട്രോയ് ദ പാത്തജൻ. പാത്തജൻസിനെ എൻസൈംസ് ഡിസ്ട്രോയ് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ എക്സ്പെൽഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. പാത്തജൻസിനെ ഡിസ്ട്രക്ട് ചെയ്താൽ പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും, ആ വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളുന്നു, അതാണ് ലാസ്റ്റ് വൺ. എ ആണ് ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ്. DBECA എന്നതാണ് കറക്റ്റ് ഓർഡർ. ഇതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ദെൻ സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് ദോസ് റിലേറ്റഡ് ടു ബി ലിംഫോസൈറ്റ്സ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ബി ലിംഫോസൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തെഴുതാനാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. എ, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കൂലേ ബി ലിംഫോസൈറ്റ്, അപ്പോൾ എ കറക്റ്റാണ്. ദെൻ ബി എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാൻസർ സെൽസ്. അതാരുടെ ഡ്യൂട്ടിയാ? അതാരുടെ ഡ്യൂട്ടി അല്ല, ബി ലിംഫോസൈറ്റിൻ്റെ ഡ്യൂട്ടി അല്ല. ദെൻ മെച്ചുറേഷൻ ഇൻ ദ തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് നിന്നാണോ മെച്ചുറാവുക ബി ലിംഫോസൈറ്റ്? അല്ല. ദെൻ ഫോമേഷൻ ഇൻ ദ ബോൺ മാരോ. ബോൺ മാരോ എന്നാണ് ബി ലിംഫോസൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എയും ഡിയും ആണ് കറക്റ്റ് ഓപ്ഷൻസ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പെയർ ഓഫ് ഫാഗോസൈറ്റ്. ഫാഗോസൈറ്റിൻ്റെ കറക്റ്റ് പെയർ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഒന്നും വായിക്കേണ്ട, നമുക്ക് ഉത്തരം അറിയാം. ന്യൂട്രോഫിലും മോണോസൈറ്റും. ഫാഗോസൈറ്റുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിട്ടുണ്ട്, ആൻസർ കൃത്യമായി നിങ്ങൾ എഴുതണം. ദെൻ നാലാമത്തെ ചോദ്യം, അനലൈസ് ദ ഗിവൺ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് വൺ ഇൻ വിച്ച് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് റീസണും വരുന്നത് ഏതാണെന്ന് നോക്കി അത് എഴുതണം. നോക്കുക, ഒന്നാമത്തത്, ദ തൈമസ് ഗ്ലാൻഡ് ഹാസ് എ റോൾ ഇൻ ദ ഡിഫെൻസ് ഓഫ് ക്യാൻസർ. ബി ലിംഫോസൈറ്റ് മെച്യൂർ ഇൻ ദ തൈമസ് ഗ്ലാൻഡ്. അവിടെ തന്നെ പോയില്ലേ, അപ്പോൾ ഒന്നാമത്തത് തെറ്റല്ലേ. രണ്ടാമത്തത് നോക്ക്, ബ്ലഡ് ക്ലോട്ടിംഗ് ഇസ് എ ഡിഫെൻസ് മെക്കാനിസം. ബ്ലഡ് ക്ലോട്ടിങ് ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ആസ് വെൽ ആസ് ബ്ലോക്ക് ദ എൻട്രി ഓഫ് പാത്തജൻസ് വെൻ ദർ ഇസ് എ വൂണ്ട്. ഓക്കെ, എപ്പോഴാണോ ബോഡിയിൽ ഒരു മുറിവുണ്ടാവുന്നത് ആ സമയത്ത് ഇത് ബ്ലഡ് ഫ്ലോ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അതുപോലെ പാത്തജൻസിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യും. കറക്റ്റ് അല്ലേ? അപ്പോൾ രണ്ടാമത്തതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ഓപ്ഷൻ. ബ്ലഡ് ക്ലോട്ടിംഗ് ഇസ് എ ഡിഫെൻസ് മെക്കാനിസം, റീസണും തന്നിരിക്കുന്നത് കറക്റ്റാണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ വാക്സിൻസ്. വാക്സിനുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. വാക്സിൻസ് ആക്ട് ആസ് ആൻറ്റിജൻ. വാക്സിൻസ് ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? അതെ. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്, വാക്സിൻസ് ആക്ട് ആസ് ആൻറ്റിജൻസ്. ദെൻ ദ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ വാക്സിൻ ഇസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി ഏത് ഇമ്മ്യൂണിറ്റിയാണ് വാക്സിൻ പ്രൊവൈഡ് ചെയ്യുക? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണോ? അല്ല, അക്വയേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ രണ്ട് തെറ്റാണ്.
മൂന്നാമത്തത് വാക്സിൻസ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് പാത്തജൻ. വാക്സിൻസ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? വാക്സിൻ ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് പാത്തജൻസ്. അത് ശരിയാണ്. സോ വാക്സിൻസ് ആക്ട് ആസ് ആൻറ്റിജനും അതുപോലെ വാക്സിൻസ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസും ആണ് കറക്റ്റ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് രണ്ടും നിങ്ങൾ എടുത്ത് എഴുതുക. ദെൻ ആറാമത്തെ ചോദ്യം, ദ ഫോളോയിങ് ടെക്സ്റ്റ് ഈസ് ഫ്രം എ പ്ലക്കാർഡ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് എയ്ഡ്സ് ഡേ. വേൾഡ് എയ്ഡ്സ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു പ്ലക്കാർഡ് കൊടുത്തിരിക്കുന്നു. എന്നാണ് വേൾഡ് എയ്ഡ്സ് ഡേ? December 1 ആണ്. ചേഞ്ച് അവർ സെൽസ്, ചേഞ്ച് ദ പെർസ്പെക്റ്റീവ്സ്. ചേഞ്ച് അവർ സെൽസ്, ചേഞ്ച് ദ പെർസ്പെക്റ്റീവ്സ്. ഇതാണ് പ്ലക്കാർഡിലെ വാക്യം. Evaluate the text on the placard based on the following indicators. ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ ഒന്ന് എഴുതുക. നോക്കിക്കോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു സ്റ്റോപ്പ് ദ ഡിസീസ്. ഈ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, എയ്ഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഷുവറായിട്ടും നമ്മളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിച്ചേ മതിയാകൂ. അതെന്താണെന്നാ ചോദ്യം. നോക്കുക, എയ്ഡ്സ് പ്രിവെൻഷൻ ഇസ് നോട്ട് സോൺലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്, ഇറ്റ് ഓൾസോ റിക്വയർ കളക്റ്റീവ് സോഷ്യൽ എഫേർട്ട്. ഒരു സൊസൈറ്റിയുടെ മുഴുവനായിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എയ്ഡ്സ് എന്ന മാരക രോഗത്തെ തുടച്ചു നീക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രൊവൈഡ് പ്രോപ്പർ അവയർനെസ് അബൌട്ട് ദ ഡിസീസ്, emphasize the importance of avoiding situations that spread AIDS and dispel misconception about AIDS. എടാ, എയ്ഡ്സിനെ കുറിച്ചിട്ട് ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഒരുമിച്ച് ഇരുന്നാൽ പകരും, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ പകരും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ. അത് തെറ്റാണെന്നുള്ള അവയർനെസ് നമുക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ അവയർനെസ് കൊടുക്കുക, നമ്മൾ ഈ പേഷ്യൻസിനോട് എമ്പതിയോടുകൂടി പെരുമാറുക, എയ്ഡ്സിനെതിരെ, എയ്ഡ്സിനെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുക? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത്. Okay, therefore awareness and cooperation are important social responsibilities in AIDS prevention. നിങ്ങൾക്ക് ഇതിലെ മാക്സിമം പോയിന്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യം, അപ്രോച്ച് ടുവേർഡ്സ് ദോസ് അഫക്റ്റഡ് ബൈ ഡിസീസ്. ഡിസീസ് വന്നവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം? നോക്കിക്കോളൂ, ശരിക്കും പറഞ്ഞാൽ ഡിസീസ് വന്ന ഒരു പേഷ്യൻറ്റിനാ നമ്മൾ അത്രയും കമ്പാഷനോട് കൂടി ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വേണം ട്രീറ്റ് ചെയ്യാൻ. HIV ഡസ് നോട്ട് സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ത്രൂ ടച്ച്, ഈറ്റിംഗ് ടുഗെദർ, കഫിംഗ്, സ്നീസിങ് ഓർ ലിവിങ് ടുഗെദർ. ഈ പറഞ്ഞ കണ്ടീഷൻസിലൂടെ ഒന്നും എയ്ഡ്സ് പകരില്ല എന്ന് നമുക്കറിയാം. ഈ അവയർനെസ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൂടി കൊടുക്കണം. ഓക്കെ, പേഷ്യൻസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല. It is everyone's duty to help AIDS patient, provide them mental support and keep them as a part of our society. Discrimination against those infected with HIV can only be reduced by changing misconceptions about this disease. ഈ ഡിസീസിനെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻസ് മാറ്റിയാൽ മാത്രമേ എയ്ഡ്സ് രോഗികളോടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ സൊസൈറ്റി മാറ്റമുണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ട അവയർനെസ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ക്ലിയർ ആണല്ലോ? 2A, B രണ്ട് ക്വസ്റ്റ്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. നിങ്ങളത് ക്ലബ് ചെയ്തിട്ട് ആൻസർ എഴുതിയാൽ മതി. നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള പോയിന്റ്സും നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 7ാമത്തെ ചോദ്യം, Analyze the table showing certain pathogens in an area and the number of people affected by them and answer the question. അതായത് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, കുറച്ച് പാത്തജൻസിൻ്റെ പേര് തന്നിരിക്കുന്നു. ആ രോഗം ബാധിച്ച, ആ പാത്തജൻ കൊണ്ടുണ്ടാകുന്ന രോഗം ബാധിച്ച കുറച്ച് ആൾക്കാരുടെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. സബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, വിച്ച് ഡിസീസ് അഫക്റ്റഡ് മോർ പീപ്പിൾ ഇൻ ദ റീജിയൻ. തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളെ ബാധിച്ച ഡിസീസ് എന്താണ്? എന്താണ് ഡിസീസ്? നമുക്ക് ഈസി ആയിട്ട് കിട്ടും. 57 ആളെ ബാധിച്ച ഒരു ഡിസീസ് ഏതാ? പാത്തജൻ പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയമാണ് പാത്തജൻ എങ്കിൽ ഏതാണ് ഡിസീസ്? മലേറിയ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ മലേറിയ. 2, വിച്ച് ബാക്ടീരിയൽ ഡിസീസ് അഫക്റ്റഡ് ദ പീപ്പിൾ. ഏതാണ് ബാക്ടീരിയൽ ഡിസീസ്? ഈ ആൾക്കാരെ ബാധിച്ച ബാക്ടീരിയൽ ഡിസീസ് ഏതാണ്? ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറ കോസ് ചെയ്യുന്ന ഡിസീസ് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ റാറ്റ് ഫീവർ ആണ്.
ദെൻ മൂന്നാമത്തെ ചോദ്യം, വിച്ച് പാത്തജൻ അഫക്റ്റഡ് ദ റെസിഡൻസ് ഹു ബാത്ത്ഡ് ഇൻ സ്റ്റാഗ്നന്റ് ഫ്രഷ് വാട്ടർ? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ച ആൾക്കാരെ ബാധിച്ച ഡിസീസ് ഏതാണ്, അല്ലെങ്കിൽ പാത്തജൻ ഏതാണ്? നെഗ്ലേറിയ ഫൗലറി ആണ്. എൻസെഫലൈറ്റിസ് അല്ലേ, അമീബിക് എൻസെഫലൈറ്റിസ് ആണ് രോഗം. നെഗ്ലേറിയ ഫൗലറി ആണ് പാത്തജൻ. ദെൻ fourth question, prepare a note on the precautions to be taken to prevent vectors in the region. തന്നിരിക്കുന്ന ഒരു റീജിയനിൽ അവിടെയുള്ള വെക്ടേഴ്സിന് അതിനുള്ള പ്രിക്കോഷൻ, വെക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെയുള്ള പ്രിക്കോഷൻസ് ആണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഈ വെക്ടേഴ്സിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ദ വെക്ടേഴ്സ് ഇൻ ദ റീജിയൻ. നമുക്ക് നോക്കാം. റാറ്റ്സ് ആൻഡ് മോസ്കിറ്റോസ് ആർ ദ കാരിയേഴ്സ് ഓഫ് ദ ഡിസീസസ് ഹിയർ. അഡോപ്റ്റ് മെഷേഴ്സ് ടു ഇറാഡിക്കേറ്റ് ദം. പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടാക്കുന്ന 2 വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റാറ്റും മോസ്കിറ്റോ ആണ്. എങ്ങനെ കൺട്രോൾ ചെയ്യാം റാറ്റിനെ? കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ് ഇൻ കണ്ടെയ്നേഴ്സ് ആൻഡ് കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ ചുറ്റുപാട് നമ്മൾ വൃത്തിയാക്കണം. നമ്മുടെ സറൗണ്ടിങ്സ് നമ്മൾ ക്ലീൻ ആക്കണം. ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം? കൃത്യമായി അടച്ചു വെക്കണം. ക്ലോസ് ഹോൾസ് ആൻഡ് ക്രാക്സ് വെർ റാറ്റ്സ് ആർ ലൈക്ലി ടു എൻഡർ. ചെറിയ മാളങ്ങളും ദ്വാരങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ അടച്ചു വെക്കണം. അത് ക്ലോസ് ചെയ്യണം. തുറന്നിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇവർ വന്ന് കൂടും. സോ ഓൾസോ റാറ്റ് ട്രാപ്സ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് റാറ്റിനെ പിടിക്കാനുള്ള എലിക്കണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ റാറ്റ് ട്രാപ്സും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഹൗ ടു കൺട്രോൾ മോസ്കിറ്റോസ്. ടു കൺട്രോൾ മോസ്കിറ്റോ, അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ അറൗണ്ട് ദ ഹൗസ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. എൻഷുർ ദാറ്റ് വാട്ടർ ഡസ് നോട്ട് കളക്ട് ഇൻ വെസൽസ്, ടയേഴ്സ് ആൻഡ് പോട്ട്സ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുമോ അതൊക്കെ സ്റ്റാഗ്നൻ്റ് വാട്ടറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ നശിപ്പിച്ച് കളയണം. അത് നമ്മൾ എന്ത് ചെയ്യണം? മറിച്ച് കളഞ്ഞ് ക്ലീൻ ആക്കി വെക്കണം. യൂസ് മോസ്കിറ്റോ നെറ്റ്സ് ഓൺ ഡോർസ് ആൻഡ് വിൻഡോസ്. ഡോറിലും വിൻഡോസിലും ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാം. ഓൾസോ ഫോർ പേഴ്സണൽ പ്രൊട്ടക്ഷൻ യൂസ് മോസ്കിറ്റോ റിപ്പലൻറ്റ് ലോഷൻസ്, മോസ്കിറ്റോ നെറ്റ്സ്, ബാറ്റ്സ്, റിപ്പലൻസ്, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. നമുക്ക് പല പല ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കൊതുകിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം? ലോഷൻസ് ഉപയോഗിക്കാം അല്ലേ? റിപ്പലൻ ലോഷൻസ് ഉണ്ട്, മോസ്കിറ്റോ നെറ്റ് ഉണ്ട്, ബാറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? കൊതുകിനെ പിടിക്കുന്ന ബാറ്റ് അല്ലേ? റിപ്പലൻസ് ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. കൊതുകിന് പിന്നെ ഒരു ലൈറ്റ് കത്തുന്ന ഒരു സാധനം നമ്മൾ കുത്തി വെക്കുമ്പോൾ പ്രാണികളൊക്കെ വന്ന് അതിൽ ട്രാപ്പായി അത് ചത്തുപോകുന്നൊരവസ്ഥയില്ലേ? അപ്പോൾ അങ്ങനത്തെ ഡിവൈസൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാം. By doing all these, rat and mosquito can be eliminated from that area. So it should be eradicated. ഇത് നമ്മൾ ഒഴിവാക്കിയേ തീരൂ, എങ്കിലേ നമുക്ക് അസുഖം വരാതിരിക്കും. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഗിവ് റീസൺസ്. Although antibiotics are effective medicines, their irrational use is harmful. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. Although antibiotics are effective medicines, their irrational use is harmful. ആൻറ്റിബയോട്ടിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ അത് തോന്നും പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറേ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതെന്തൊക്കെയാണ്? അതിൻ്റെ റീസൺ ആണ് ചോദിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം ആൻറ്റിബയോട്ടിക് ഇഫക്റ്റീവ് മെഡിസിൻ ആണ്. പക്ഷെ അത് കണ്ടമാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. പ്രോബ്ലംസ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം സച്ച് ആസ് ഡയറിയ, വോമിറ്റിംഗ് ആൻഡ് സ്റ്റൊമക് പെയിൻ. ടെക്സ്റ്റിലെ സെയിം പോയിന്റ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും? ഡൈജസ്റ്റീവ് സിസ്റ്റം അപ്സെറ്റ് ആവും. ഡയറിയ, വോമിറ്റിംഗ്, സ്റ്റൊമക് പെയിൻ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അലർജി ഉണ്ടാകാം. ഡാമേജ് ടു ദ ലിവർ ആൻഡ് കിഡ്നീസ്. ലിവർ ആൻഡ് കിഡ്നി ഒക്കെ അടിച്ചു പോകാം. ഡിസ്ട്രക്ഷൻ ഓഫ് ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ ദ ഇൻഡസ്റ്റൈൻ. നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലൊക്കെ കാണുന്ന നല്ല ബാക്ടീരിയ ഉണ്ട്, നമുക്ക് ഉപകാരികളായ ബാക്ടീരിയകളുണ്ട്, അവയൊക്കെ ചത്തുപോകും. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ആൻറ്റിബയോട്ടിക്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഈ പാത്തജൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത് നമ്മളെ പിന്നീട് സാരമായി ബാധിക്കും. കാരണം പിന്നെ എപ്പോഴെങ്കിലും ഇതേ ആൻറ്റിബയോട്ടിക് നമ്മൾ ഒരു രോഗത്തിന് കഴിക്കുമ്പോൾ അത് ബോഡിയിൽ എഫക്റ്റ് ആകാത്ത ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ ഭാഗം ഇത് കൃത്യമായി പഠിക്കണേ. ഇത് എക്സാമിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കിട്ടിയല്ലോ. ഇത്രയാണ് നമ്മുടെ ലെറ്റസ് അസസ് എന്ന ഭാഗം. സോ ഒത്തിരി താങ്ക്സ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ചാനൽ സബ്ബാക്കാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബോടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും മക്കളെ, ഗുഡ് ബൈ.